നമസ്കാരം സുഹൃത്തുക്കളെ, ദേവൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഭംഗിയുള്ള പൂന്തോട്ടത്തിലേക്കാണ്. എഴുകോൺ ഇടയ്ക്കിടം ദ്വീപിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ടാലോ. കുറേ അമ്മമാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ ഈ മനോഹരമായ പൂന്തോട്ടം. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അമ്മമാരോടാണ് കേട്ടോ. അവർക്ക് തോന്നിയ ഒരു വലിയ മനസ്സാണ്, അവരുടെ ഒരു കഴിവാണ് ഈ ഒരു പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അവരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. അവരുടെ ഒരുപാട് സമയപരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവരിത് ചെയ്തെടുക്കുന്നത്. അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. നമ്മൾ വാക്കാൽ പറഞ്ഞാലാവില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഏറ്റവും അടുത്ത് കിടന്ന സ്ഥലമായിട്ട് പോലും എല്ലാ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെങ്കിലും ഞങ്ങൾക്ക് വന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ. പക്ഷെ അപ്പം വന്നപ്പോഴത്തേക്കും പൂക്കളൊക്കെ ഏറെ കുറഞ്ഞിരിക്കുകയാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യം കാണാൻ പാകത്തിനുള്ള പൂക്കളൊക്കെ ഉണ്ട്. അമ്മമാരതൊക്കെ പിച്ചുന്നുണ്ട്, കൂടയിലൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കാണാതിരിക്കരുതേ. ഇതിപ്പോൾ നമ്മൾ വന്നതിന് ശേഷം അമ്മമാർ പിച്ചി തുടങ്ങുകയാണ്. 1-2 പേരൊന്നും അല്ല പിച്ചാൻ കേട്ടോ, കുറേ പേരുണ്ട്. കൊട്ട നിറയെ ഇപ്പം നമുക്കിത് പിച്ചി കാണാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ദൈവസ്വഭാവം എന്നൊരു യൂട്യൂബ് ചാനലിനാണ് വരുന്നത്. ഞങ്ങൾ ഈ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ സുഹൃത്ത് പറഞ്ഞ അറിവിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ മനോഹരമായ കാഴ്ച കണ്ട് അപ്പോൾ കണ്ടത് വളരെ സന്തോഷമായി. അമ്മമാർ ഇത് നിങ്ങൾ തുടങ്ങാനുള്ള നിങ്ങൾക്കുള്ള ഒരു പ്രചോദനം ഇടുന്ന നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഐഡിയ ആണോ അതോ മറ്റാരെങ്കിലും പഞ്ചായത്ത് മുഖേനയോ അല്ല മറ്റുള്ളവർ കിട്ടായ എങ്ങനെയാണ്? അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ സരസ്വതി അമ്മ. അമ്മ പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനുള്ള പ്രചോദനം എവിടുന്നാണ്? പഞ്ചായത്തിൽ നിന്നിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ കിട്ടിയത്. അവരൊരു ഗ്രൂപ്പിന് JLG ഗ്രൂപ്പിന് അവർക്ക് സ്ഥലമില്ലാഞ്ഞത് കൊണ്ട് എന്നോട് വിളിച്ച് ചോദിച്ച് ഞാൻ ഇവരോട് ഞങ്ങൾ CDS ആയിരുന്നു. അത് ഞങ്ങൾക്ക് തൈ തന്നത് ഒരു CDS പഞ്ചായത്തിന്റെ അവർക്ക് കിട്ടിയത്. അങ്ങനെ അത് കൊണ്ടുവന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഐഡിയ പോലെ ഞങ്ങൾ ജൂൺ 22-ാം തീയതി നട്ട്. ജൂൺ 22 ജൂലൈ 30 ആയപ്പോഴത്തേക്ക് പോവുക മൊട്ട് ഒരു മാസക്കാലം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. പിന്നെ കൃഷിഭവനിൽ നിന്നും മറ്റുള്ള ആൾക്കാരും ഒക്കെ വന്ന് ജില്ലാ മിഷൻ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ജൂൺ ഓഗസ്റ്റ് 18-ാം തീയതി കേരളാമതി പേപ്പറിനകത്തുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓഗസ്റ്റിൽ പൂരിച്ചു തുടങ്ങി. ദിവസം എന്ന് പറയുമ്പോൾ ജൂൺ 22-ാം തീയതി 22 തൊട്ട് 24 വരെ ഞങ്ങൾ നട്ടത്. 4 ദിവസം കൊണ്ട് 1250 തൈ നട്ടു. തൈകളൊക്കെ പഞ്ചായത്തിൽ നിന്നാണ് വളവോ കാര്യങ്ങളൊക്കെ ഈ സ്ഥലവും നിങ്ങളുടെ നിങ്ങൾ എത്ര പേര്? 4 പേര്. പഞ്ചായത്തിൽ നിന്റെ പ്രോത്സാഹനം ഉണ്ടായിരുന്നോ? സർട്ടിഫിക്കറ്റ് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് തന്നായിരുന്നു. പക്ഷെ ക്ലാസ്സിന് പോയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ അങ്ങ് നട്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി. നല്ല വിജയമായിരുന്നു. ഞങ്ങൾ ഇത്രയും കടയിൽ കൊടുക്കുക. ഞങ്ങള് തെറ്റുകുന്ന അമ്പലത്തില് അവര് ആ പൂക്കടക്കാര് ആദ്യം തൊട്ട് 2 കിലോ ആയിടം തൊട്ട് പുള്ളിക്കാരനാ ഞങ്ങളുടെ പൂ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്പലത്തിലെ ശാന്തമായ അന്തരീക്ഷവും വയലും എല്ലാം കൊണ്ടും നല്ല അന്തരീക്ഷമാണ്.
നല്ല മളക്കൂറുള്ള മണ്ണുമാണ്. പക്ഷെ വലിയ പൂവായിരുന്നു, ഇപ്പൊ കുറെ ചെറുതായി. അന്ന് മുട്ടം പൂവായിരുന്നു ആദ്യം. എന്ന് വെച്ചാൽ ചെറിയ പൂവായിരിക്കും. നമ്മുടെ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഞങ്ങളോട് പറഞ്ഞ് മുട്ട് പിച്ച് കളയാൻ പറഞ്ഞു. കുറെ പിച്ച് കളഞ്ഞു. എനിക്ക് തട്ട് വരാനും തട്ട് വരാനും പൂ ചെറുതായിരിക്കും. പക്ഷെ ഇത് വലിയ പൂവായിരുന്നു. വലിയ പൂവെന്ന് വെച്ചാൽ ആര് കണ്ടാലും കൊതിക്കും. മണ്ണിന്റെ അതെ, ഒരുപാട് ആൾക്കാർ വന്ന്, കൊച്ചുങ്ങളും വലിയവരും ഒക്കെ വന്ന് ഇവിടെ ഷൂട്ട് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് കൂടുതൽ ഞങ്ങൾക്ക് വിചാരം. ഇപ്പൊ പിന്നെ ഒരുപാട് ചെറിയ പൂവായി, പിന്നെ ചെടിയൊക്കെ ക്ഷയിച്ചും തുടങ്ങി. ഇനി തുടങ്ങാൻ ആഗ്രഹമുണ്ട്. ഇതിൽ നിന്ന് നിങ്ങളുടെ നിങ്ങൾക്ക് ലാഭങ്ങളെ നിങ്ങൾക്കൊരു ലാഭമുണ്ട്. ലാഭമുള്ള ബിസിനസ്. നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്? 1000 മരച്ചീനി നട്ട്, ചീനി നട്ട്, കുറെ ചേമ്പ് നട്ട്, ഇഞ്ചി, സ്റ്റെപ്പ്. ഇനി കുറെ ചീര പാകിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ചീര നട്ടിട്ട് പിന്നെ ഈ ചെടി തൈ നടാമെന്നും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും. ഒരാളും കൂടെ ആളിന് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോ 3 പേരാണ്. ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ വന്നപ്പോ അവിടെ ആ പൂക്കടയുടെ ഫ്രണ്ടിൽ ആ പൂവെല്ലാം നിരത്തിയിട്ടേക്കുന്ന എന്ത് ഭംഗിയായിരുന്നു ഞങ്ങൾ കണ്ടത്. പക്ഷെ ഞങ്ങളും ഇതേപോലെ ഇതിപ്പോ ചെയ്യിച്ചു ചെടി. നിങ്ങൾ ആദ്യം വന്നാൽ നല്ല പൂവായിരുന്നു, മൊത്തം പൂവായിരുന്നു. ഇവിടെ നല്ല പുഴുതു, ഞങ്ങള് കുറെ പുഴുതു. ഞങ്ങള് പറിച്ച് കൊണ്ടുവന്ന മിറ്റത്ത് കൊണ്ടുവന്ന് ഇതിട്ടിട്ട് കണ്ടില്ലേ, നമ്മൾ വന്നതിന് ശേഷം പിച്ചി നിറച്ച പൂക്കളാണിതൊക്കെ. കുറച്ച് ദിവസം മുമ്പിട്ട് ഇതിൽ ഇരട്ടി പൂക്കളുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇപ്പോഴായിട്ട് ഇത്രയും. അപ്പോൾ എന്തായിരുന്നേക്കും 2-3 ദിവസം മുമ്പ് അവർ പിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ ഇത് ക്ലിയറായപ്പോഴാണ് ഇത്രയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, എൻ്റെ വോയിസിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. എൻ്റെ തൈറോയിഡ് സർജറിക്ക് ശേഷം തൊട്ടാണ് ഇങ്ങനൊരു പ്രശ്നം. പിന്നെ നമ്മുടെ വീഡിയോസിനും ചെറിയൊരു ശരിയായൊക്കെ വരാനുണ്ട്. നമ്മൾ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിനകത്ത് അമ്മമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ദേവൂസ് വ്ലോഗിന് എല്ലാ വേണ്ടുന്ന സപ്പോർട്ടുകളും തരണം. അതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇതൊന്നും അല്ല രസം. ഈ കാണുന്ന കാഴ്ച കേട്ടോ. ആൾ നല്ല ആക്റ്റീവാണ്. അമ്മമാരോടൊപ്പം പൂന്തോട്ടം കാക്കുന്ന കാവൽക്കാരനാണ്. ആളിൻ്റെ പേര് വേലു എന്നാണ് കേട്ടോ. നല്ല മിടുക്കം പൂച്ചക്കുട്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആളിനെ. നല്ല കളിയും ചിരിയും ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഒരുപാട് സംഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പോട്ട് വരട്ടെ. നല്ല രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിലും എല്ലാ പൂക്കളും കാര്യങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം കണ്ട് മനസ്സിലാക്കിയതിലും വളരെ സന്തോഷമുണ്ട്. നമസ്കാരം കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന 3 പേരും അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സ് നമ്മൾ അറിയാത്തവരൊന്നും കേട്ടോ. മറ്റൊന്നുമല്ല, ദേവൂസ് വ്ലോഗില് ദേവു അമ്മയുടെ സ്വന്തം അനിയത്തിലാണ് ഈ വീട്ടിൽ എൻ്റെ കുഞ്ഞമ്മയാണ് നിൽക്കുന്നത്. കുഞ്ഞമ്മയും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാം അമ്മയുടെ ഒക്കെയാണ്, അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തുടങ്ങണമല്ലോ എന്നുള്ളത് വെച്ചിട്ടാണ് ഒന്നും അറിയാത്തതുപോലെ നമ്മൾ സംസാരിച്ചതും. പക്ഷെ ഒന്നും നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ പത്രത്തിലൊക്കെ ഫോട്ടോസും ഒക്കെ ഒരുപാട് സന്തോഷം. ഇതിനെക്കാട്ടിലും കൂടുതൽ അമ്മയ്ക്കായിരുന്നു സന്തോഷം. അല്ലെങ്കിൽ സുഹൃത്തുക്കളും ഒക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ. അപ്പം ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിന്ന സമയത്ത് നമുക്ക് എത്താൻ പറ്റില്ല. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച ആയതിനാണ്. പൂക്കളൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നാട്ടുകാരുടെ സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ്.
ഞങ്ങൾ പ്രോത്സാഹനം ചെയ്യും. മഴയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് വിഷമം. അപ്പൊ അവരെല്ലാം പറയും സാരമില്ല, മഴ തോരുമ്പോൾ അത് ശരിയാവും, നിങ്ങൾ വിഷമിക്കേണ്ട എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഞങ്ങൾ സന്തോഷിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. വിലയേറിയ അഭിപ്രായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ദൈവസ്വാഗതം എല്ലാവർക്കും ഓക്കെ.